ആരാണ് സിദ്ധർ? സിദ്ധർ എന്ന പദം സൂചിപ്പിക്കുന്നത് സിദ്ധിക്കുക അഥവാ നേടുക എന്നതാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായും പൂർണ്ണമായ ബോധോദയം നേടിയവരെയാണ് സിദ്ധർ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ സിദ്ധന്മാർ എല്ലാവരും ശിവഭക്തന്മാരും ശൈവ സിദ്ധാന്തക്കാരുമായിരുന്നു. ഭൂമിയിലെ പഴക്കം ചെന്ന സംസ്കാരമായ ദ്രാവിഡ നാഗരികതയുടെ സംഭാവനയാണ് ഈ ശൈവ സിദ്ധാന്തം. ദ്രാവിഡ ജനത ഇപ്പോൾ പ്രധാനമായും തെക്കേ ഇന്ത്യയിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും ലഭിച്ച യോഗാരൂഢനായ പശുപതി ശിവന്റെ രൂപം ശൈവാരാധനയുടെ കാലപ്പഴക്കത്തെക്കുറിച്ച് സൂചന തരുന്നു. കൂടാതെ സംഘകാലഘട്ടത്തിലെ സാഹിത്യകൃതികളിലും സിദ്ധന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഈ സമ്പ്രദായത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ശൈവ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിയിൽ ശിവശബ്ദത്തിന് ത്രിമൂർത്തി സങ്കല്പത്തിലെ സംഹാരത്തിൻ്റെ അധികാരിയായ ശിവനുമായി വളരെയധികം വ്യത്യാസമുണ്ട്. ശൈവ സിദ്ധാന്തപ്രകാരം ശിവം എന്നത് ത്രിഗുണാതീതവും അതിനാൽ തന്നെ നിർഗുണവും നിരാകാരവും നിർവചിക്കാനാവാത്തതുമായ ബ്രഹ്മമെന്ന മഹത്തായ ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നീ വാക്കുകൾ സൃഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ ഈ അർത്ഥത്തിൽ ശിവം എന്ന വാക്ക് പ്രാചീന തമിഴകത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നു. തമിഴ് സിദ്ധന്മാർ തങ്ങളെ കൈലായ പരമ്പരയിൽ നിന്ന് വന്നവർ എന്നാണ് വിളിക്കുന്നത്. ഇതിലൂടെ പരമശിവൻ തങ്ങളുടെ ഗുരുവാണെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിലെ പിന്മുറക്കാരാണ് തങ്ങളെന്നും സിദ്ധന്മാർ അവകാശപ്പെടുന്നു. ശിവന്റെ അനുഭൂതി നേടുക, സ്വയം ശിവനായി മാറുക എന്നതാണ് സിദ്ധിക്കുക എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിദ്ധർ എന്ന വാക്കുണ്ടായതെന്നും ഒരു അഭിപ്രായമുണ്ട്. സിദ്ധീശ്വരൻ എന്നത് തന്നെ ശിവന്റെ ഒരു പര്യായമാണ്. സ്വയം ശിവനാകാൻ പരിശ്രമിക്കുന്നവർ എല്ലാ ജീവജാലങ്ങളെയും ശിവനായി കണക്കാക്കണം. ചിന്തയിലും ബോധത്തിലും മുഴുവൻ ശിവനായി മാറുകയും സ്വശരീരം തന്നെ ശിവക്ഷേത്രമായി മാറ്റുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് തിരുമൂലർ പോലും സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചവും ശരീരവും ഒന്നാണെന്ന് തിരിച്ചറിയുകയും ആ ഏകത്വം തന്നിൽ തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സിദ്ധനെന്നും തിരുമൂൽ പറയുന്നു. അതായത് തികഞ്ഞ തത്വമസി. സിന്തൈ തെളിന്ത് ഇരിപ്പവനാർ അവനെ ഈ സിദ്ധൻ സകമെല്ലാം ശിവമെன்று അറിന്തോൻ സിദ്ധൻ എന്ന് വാൽമീകി കാവ്യത്തിൽ പറയുന്നു. ഇന്ന് ദ്രാവിഡ നാടിൻ്റെ അഭിമാനമായി നിലനിൽക്കുന്ന സിദ്ധവൈദ്യം ഇവരുടെ മഹത്തായ സംഭാവനയാണ്. പരമശിവൻ പത്നിയായ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് സിദ്ധചികിത്സാരീതി. ദേവി പാർവതിയിൽ നിന്ന് ഈ വിദ്യ ഗ്രഹിച്ച സുബ്രഹ്മണ്യൻ അവയെല്ലാം തൻ്റെ പ്രിയഭക്തനും ശിഷ്യനുമായ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. അഗസ്ത്യ മഹർഷി മറ്റു 17 സിദ്ധന്മാർക്കും ഈ ചികിത്സാവിധികൾ പറഞ്ഞു കൊടുക്കുകയും ഗ്രന്ഥത്തിലൂടെ പുറം ലോകത്തേക്ക് നൽകുകയും ചെയ്തു എന്ന് പറയുന്നു. നന്ദിദേവർ, അഗസ്ത്യർ, തിരുമൂലർ, ഭോഗനാഥർ, മച്ഛമുനി, കൊങ്കണവർ, ഘോരഗ്നാഥ്, കരൂരാർ, സട്ടൈമുനി, സുന്ദരാനന്ദർ, രാമദേവർ, കുദംബൈ ചിത്തർ, ഇടൈക്കാടർ, കമലമുനി, വാൽമീകി, പതഞ്ജലി, ധന്വന്തരി, പാമ്പാട്ടി സിദ്ധർ ഇവരെയാണ് 18 സിദ്ധന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ ഒട്ടനവധി കഴിവുകളും സാധനം മൂലം ഇക്കൂട്ടർ നേടിയിരുന്നു. സിദ്ധൻ വ്യക്തമായ ഒരു ചിന്തകനാണ്. സിദ്ധന്മാർക്ക് ഒന്നും പവിത്രമല്ല. വിശുദ്ധ നഗരമില്ല, പുണ്യനദികളില്ല, ആശ്രമങ്ങൾ പോലെയുള്ള സ്ഥാപനങ്ങളില്ല, മതചിഹ്നങ്ങളില്ല, അവിടെ ഒന്നുമില്ല. ഈ സിദ്ധപരമ്പരയെ പിൻപറ്റി വാശിയോഗം, ഹംസവിദ്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രാണായാമ വിദ്യകൾ പരിശീലിക്കുന്നവരും ചിത്തമടങ്ങി തെളിവാർന്ന് ചുമ്മാതിരിക്കുന്നവരുമായ മഹത്തുക്കൾ നമുക്കിടയിലും സാധാരണക്കാരായി ഇന്നും ജീവിച്ചു വരുന്നുണ്ട്. സിദ്ധന്മാരെക്കുറിച്ചുള്ള ചെറിയ വിവരണത്തിലൂടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.